ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. ചമ്മന്തി, മുട്ട, അതുപോലെ തന്നെ ചിക്കൻ്റെ ഒരു ഫില്ലിങ്, ഈ 3 സാധനങ്ങൾ വെച്ചിട്ടാണ് ഇതിൻ്റെ ഫില്ലിങ് റെഡിയാക്കിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതിൻ്റെ പുറത്തെ ലെയർ നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് ബ്രെഡ് വെച്ചിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെ കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു മീഡിയം സൈസ് 2 മീഡിയം സൈസ് സവാളയാണ് കേട്ടോ. അതൊന്ന് കൊത്തിയരിഞ്ഞതാണ്. ഇതൊന്ന് പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് അതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് കുറച്ച് കറിവേപ്പിലയാണ് കേട്ടോ. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇനി സവാളയൊക്കെ ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് നമുക്കിതിലോട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ചിക്കൻ മസാല. ഇത്രയും മസാലകളാണ് കേട്ടോ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ പൊടികളുടെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചിട്ട് ഒന്ന് പിച്ചി എടുത്തിട്ടുള്ള ചിക്കനാണ് കേട്ടോ ഇത്. 1 കപ്പ് അളവിലാണ് ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഫൈനലായിട്ട് ഇതിലോട്ട് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് റെഡിയാക്കുന്നത് ഒരു ചമ്മന്തിയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലോട്ട് 1/2 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു ചെറിയ കഷ്ണം സവാള കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കട്ടോ. പിന്നെ ഇതിലോട്ട് കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, അതുപോലെ ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം നമുക്ക്. അപ്പോൾ അതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി, ഒരുപാട് സമയം വറുത്തെടുക്കണ്ട. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് പോകും കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. ആ തേങ്ങയുടെ ആ ഒരു പച്ചമണം ഒന്ന് പോയി കിട്ടിയാൽ മതി. അപ്പോൾ ഇങ്ങനെ ചൂടാക്കി എടുക്കുമ്പോൾ ഈ ഒരു ചമ്മന്തിക്ക് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ചമ്മന്തിയൊക്കെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതും കൂടെ മാറ്റി വെക്കാം. പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് പുഴുങ്ങിയ മുട്ടയുടെ വെള്ളയാണ് കേട്ടോ. വെള്ള മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിങ്ങനെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് 3 ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് ഇതിൻ്റെ ലെയറിന് ആവശ്യമായിട്ടുള്ള ബ്രെഡാണ്. അപ്പോൾ 12 ബ്രെഡാണ് കേട്ടോ ഒരു സ്നാക്ക് റെഡിയാക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 12 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അരികൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് റെഡിയാക്കുമ്പോൾ നമ്മൾ ഒരേ സൈസിലുള്ള ബ്രെഡ് എടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. അപ്പോഴാണ് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഷേപ്പിൽ കിട്ടുള്ളൂ. അപ്പോൾ അതാ ബ്രെഡൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാറ്റർ റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി, അതുപോലെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പാലും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ബാറ്ററിൽ ഉപ്പൊക്കെ ചേർക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ബ്രെഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ബ്രെഡിൽ പെട്ടെന്ന് ഉപ്പ് പിടിക്കും. അതുകൊണ്ട് തന്നെ ഉപ്പ് അധികമായി പോവാതെ ശ്രദ്ധിക്കുക. ഉപ്പ് അധികമായി പോയി കഴിഞ്ഞാൽ ഈ സ്നാക്ക് വെറുതെ നശിച്ചു പോകും കേട്ടോ. ഒരു ടേസ്റ്റും ഉണ്ടാവില്ല കഴിക്കാനായിട്ട്.
ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഗ്യാസിൽ വെച്ചിട്ടൊന്നുമല്ല കേട്ടോ, പുറത്ത് വെച്ചിട്ട് സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഇതിൻ്റെ അടിയിൽ പുരട്ടി കൊടുക്കുന്നത്. ഇതിൽ ശരിക്ക് ചെയ്യേണ്ടത് നെയ്യാണ് കേട്ടോ തേച്ച് കൊടുക്കേണ്ടത്. ഇവിടെ നെയ്യിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലാത്തത് കാരണമാണ് ഞാൻ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ നെയ്യ് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ നെയ്യ് തന്നെ ചേർത്ത് റെഡിയാക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതല്ല, നെയ്യിൻ്റെ ആ ഒരു ചുവ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇതുപോലെ സൺഫ്ലവർ ഓയിൽ റെഡിയാക്കി എടുത്താൽ മതി കേട്ടോ. നമ്മൾ ഓരോ ബ്രെഡായിട്ട് ഇതുപോലെ ഈ ഒരു ബാറ്ററിൽ മുക്കിയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതൊന്നും ഇങ്ങനെ ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് ആദ്യം ചിക്കൻ്റെ ഫില്ലിങ് ഇതിന് മുകളിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഫില്ലിങ് കുറച്ച് കൂടുതലായിട്ട് വെച്ച് കൊടുക്കുന്നതാണ് കേട്ടോ ഈ ഒരു സ്നാക്കിൻ്റെ ടേസ്റ്റ്. എന്നെങ്കിൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. അപ്പോൾ അതാ ഫില്ലിങ്ങൊക്കെ നന്നായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് സ്പൂൺ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിലോട്ട് നമ്മൾ വീണ്ടും ബ്രെഡ് വെച്ച് ലെയർ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഈ ഒരു ബാറ്ററിൽ മുക്കിയിട്ട് നമ്മൾ ബ്രെഡിൻ്റെ ഓരോ പീസായിട്ട് എടുത്തിട്ട് ഇതിന് മുകളിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ബ്രെഡ് ജസ്റ്റ് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ അരികും അതുപോലെ സെൻറ്ററൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. എന്നാലുള്ളൂ ഇത് കറക്റ്റായിട്ടൊന്നിങ്ങനെ ഒട്ടി നിൽക്കുക. അപ്പോൾ നമ്മൾ ഈ ബാറ്ററിൽ മുക്കുന്ന സമയത്ത് ബ്രെഡ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ പ്രസ് ചെയ്യാനായിട്ട് നല്ല സുഖമാണ്. പിന്നെ സൂക്ഷിച്ച് ചെയ്യാനും ശ്രദ്ധിക്കുക, പൊട്ടിപ്പോവരുത്. ഇപ്പോൾ ബ്രെഡൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ലെയർ റെഡിയാക്കി എടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ ചമ്മന്തിയും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഈ ഒരു ചമ്മന്തി റെഡിയാക്കുന്ന നേരത്ത് നിങ്ങൾ കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു ചുവന്ന കളർ കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ കളർ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിച്ചാൽ മതി. ഞാനിപ്പോൾ കുറച്ചൊരു എരിവ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ സാധാരണ മുളക് പൊടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത് കുറച്ച് കളർ കുറവ് കേട്ടോ. ഇനി ഈ ഒരു ചമ്മന്തിയുടെ മുകളിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മുട്ടയുടെ വെള്ള നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഫില്ലിങ് എല്ലാതും കോഴിമുട്ടയാണെങ്കിൽ 2 മുട്ടയാണ് കേട്ടോ പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നത്. 2 മുട്ടയുടെ വെള്ളയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ആ ഒരളവ് ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഫില്ലിങ്ങിൻ്റെ ഈ ഒരളവ് ഞാൻ പറഞ്ഞത് 2 എണ്ണം റെഡിയാക്കാനുള്ളൊരു ഇതുണ്ടായിരുന്നു കേട്ടോ ഫില്ലിങ്. നമുക്കിതിൻ്റെ മുകളിൽ ബ്രെഡ് വീണ്ടും ഇതിൽ ബാറ്ററിൽ മുക്കിയിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഇതിൻ്റെ ഈ ഒരു അരികും അതുപോലെ ഇതിൻ്റെ ഈ ഒരു സൈഡൊക്കെ നമ്മൾ കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. ബാക്കിയുള്ള ഇതിലുള്ള ഈ മുട്ടയുടെ മിക്സ് ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. കുരുമുളക് പൊടിയാണ് കേട്ടോ അതിൻ്റെ അടിയിൽ അങ്ങനെ കിടക്കുന്നത്. അപ്പോൾ അതാ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ ഇത് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമ്മളിത് അടച്ച് വെക്കണം. അപ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ ആ ഒരു സൈഡൊക്കെ കുക്കായി വരും. ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ജസ്റ്റ് വെറുതെ ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ബ്രെഡാണ്, കരിഞ്ഞു പോയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ എന്തായാലും ഇത് നമ്മൾ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ അടിവശം ചെറുതായിട്ടൊരു കളറിലൊരു വ്യത്യാസം ഉണ്ടാവും കേട്ടോ. കരിയാണ്ട് ശ്രദ്ധിച്ചാൽ മതി. ഇനി ഇതൊക്കെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് അടച്ച് വെച്ചിട്ടൊരു 10 മിനിറ്റോളം വെക്കണം കേട്ടോ. അപ്പോഴേ ഉള്ളൂ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് ജസ്റ്റ് ഇതിങ്ങനെ ഇരുന്നിട്ടൊന്ന് കുക്കായി വരിക. അപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്നിട്ട് ഇതിൻ്റെ മറുവശം കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറൊരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലോട്ട് ഇത് ഒന്ന് കമിഴ്ത്തി എടുത്താൽ മതി കേട്ടോ. അതല്ലെങ്കിൽ നമുക്ക് മറിച്ചിടുന്ന സമയത്ത് അതൊക്കെ പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കണ്ടില്ല, ഇതിൻ്റെ അടിഭാഗം ആ ഒരു കോഴിമുട്ടയൊക്കെ അത് അങ്ങോട്ട് ഇറങ്ങിയിട്ടാണ് കേട്ടോ ഇതിങ്ങനെ ഒരു ലെയർ, ഒരു കളർ വ്യത്യാസമുള്ളത്. മറിച്ചിട്ടതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. മറിച്ചിട്ടതിന് ശേഷം ഒരുപാട് സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ.
ഇപ്പോൾ ദാ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഫില്ലിങ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോക്ക് താഴെ കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവരോടും ബൈ. താങ്ക്